തിരുവനന്തപുരം ആര്യനാട് ആത്മഹത്യ ചെയ്ത കോട്ടയ്ക്കകം കോൺഗ്രസ് വാർഡ് മെമ്പർ ശ്രീജയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വെള്ളനാട് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. നവീൻ ബാബുവിന്റെ മരണശേഷവും CPM പതിവ് ശൈലി വിട്ടിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ തിരുവനന്തപുരം ആര്യനാട് കോട്ടയ്ക്കകത്തെ ശ്രീജയുടെ വീട്ടിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രീജയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഹൈന്ദവാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം വെള്ളനാട്ടെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. CPMന്റെ പ്രതികാര രാഷ്ട്രീയത്തിന് ഇരയാണ് ശ്രീജയെന്നും നവീൻ ബാബുവിന്റെ മരണശേഷവും CPM പതിവ് ശൈലി വിട്ടിട്ടില്ലെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അവഹേളിക്കാൻ ഈ ആര്യനാട് ടൗണിൽ പോസ്റ്റർ പതിപ്പിക്കുകയും അവരെ ആക്ഷേപിക്കുന്നതിനായിട്ട് മാത്രം ഒരു പൊതുയോഗം ചേരുകയും അതിൽ ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ഒരു വനിതാ ജനപ്രതിനിധിയെ അങ്ങേയറ്റം ആക്ഷേപിച്ച് പ്രസംഗിക്കുകയും അവരെ കാണാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു. കടബാധ്യതകൾ സ്വാഭാവികമാണ്. സാമ്പത്തിക രംഗത്ത് ജനങ്ങൾക്കെല്ലാമുള്ള പ്രയാസങ്ങൾ ആർക്കാണ് അറിയാത്തത്? CPM നേതാക്കന്മാർക്ക് ഒരുപക്ഷെ ബാധ്യതകൾ ഉണ്ടാവില്ല. അവർക്ക് സമ്പാദ്യമായിരിക്കും ഉണ്ടാവുക. അവർക്ക് സമ്പാദിക്കാനുള്ള വഴി ഭരണത്തിന്റെ തണലിൽ അവർ ഒരുക്കുന്നുണ്ട്. വ്യക്തിഹത്യ നടത്തിയും പോസ്റ്ററൊട്ടിച്ചും അപമാനിച്ചതിൽ മനംനൊന്താണ് ശ്രീജ മരിച്ചതെന്നും CPM നേതാക്കൾക്കെതിരെയും ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും നിയമ നടപടി വേണമെന്നും ശ്രീജയുടെ കുടുംബവും KPCC നേതൃത്വവും ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജ ആത്മഹത്യ ചെയ്തത്. ശ്രീജയുടെ വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകളെ ഉയർത്തിക്കാട്ടി തട്ടിപ്പുകാരി എന്ന് മുദ്രകുത്തി CPM പ്രചരണം നടത്തിയിരുന്നു. കൂടാതെ ശ്രീജ ആത്മഹത്യ ചെയ്തതിന് തലേ ദിവസം ആര്യനാട് ജംഗ്ഷനിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഇതിൽ മനംനൊന്താണ് ശ്രീജ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ജനം, തിരുവനന്തപുരം.